ശ്രീ ഗോപാലകൃഷ്ണൻ, ബംഗാൾ മന്ത്രി അഗ്നിമിത്ര പോളിന്റെ ഒരു പ്രസ്താവനയാണ് ഞാനിവിടെ ഒന്ന് പറയുന്നത്. ഈ മദ്രസകൾ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ ഒളിത്താവളമായി മാറിയെന്ന വളരെ ഗുരുതരമായ വിമർശനം അഗ്നിമിത്ര പോൾ ബംഗാളിലെ ഭരണമാറ്റത്തിന് ശേഷം പറയുകയുണ്ടായി. അതിന് സമാനമായ ഒരു സംഗതി ഇന്ന് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. ജനം ടി വിയാണ് വാർത്ത പുറത്തുകൊണ്ട് വന്നത്. ഈ കരുനാഗപ്പള്ളി പുത്തൻ തെരുവിലെ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ കീഴിലുള്ള ശരീഅത്തുൽ ഇസ്ലാം മദ്രസയിൽ ബംഗ്ലാദേശിക്ക് മതപഠനം ഒരുക്കിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് ജനം ടി വി പുറത്തു കൊണ്ടുവരികയുണ്ടായി. ഈ മതപഠനം നടത്തിയ ആൾ ഇവിടുത്തെ ഈ ആധാർ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ നിർമ്മിച്ചു നൽകിയ മുംതാസിൻ്റെ മകനാണ്. മുംതാസ് ബംഗ്ലാദേശിയാണ്. അങ്ങനെ ATS കണ്ടെത്തിയ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ATS കണ്ടെത്തിയ മുംതാസിൻ്റെ മകനാണ് ഈ മദ്രസയിൽ ഇപ്പോൾ പഠനത്തിനായി എത്തിയിരിക്കുന്നത്. ഇതൊക്കെ വളരെ സ്വാഭാവികമാണ് എന്ന് പറയാൻ കഴിയുമോ? ഇതൊരിക്കലും സ്വാഭാവികമല്ല. പക്ഷെ കേരളത്തിൽ ഇതെല്ലാം സ്വാഭാവികമാണ്. നേരത്തെ സംസാരിച്ച ഒരു വ്യക്തി സൂചിപ്പിക്കുന്നത് കേട്ടു, ഇതിനെല്ലാം കാരണക്കാരൻ അമിത്ഷയാണെന്ന്. എന്തൊരു വങ്കത്തരമാണ് പറയുന്നത്. ശരിയാണ്, 2014 ശേഷം ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്. അമിത്ഷാ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുമാണ്. നുഴഞ്ഞുകയറ്റം തടയേണ്ടത് ഭീകര വിരുദ്ധ സേനയുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും എല്ലാം ചുമതല തന്നെയാണ്. അപ്പോൾ അമിത്ഷയ്ക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് പറയാൻ 2-3 കാര്യമുണ്ട്. ഒന്ന്, ഞാൻ അദ്ദേഹത്തോട് ആദ്യം മറുപടി പറഞ്ഞോട്ടെ. ഞാനൊരു കാര്യം അദ്ദേഹത്തോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അമിത്ഷയും രാജ്നാഥ് സിംഗും ഇന്ത്യയിൽ ആഭ്യന്തരമന്ത്രിയായതിന് ശേഷമാണ് ഇന്ത്യയിൽ ഭീകരവാദങ്ങൾ കുറഞ്ഞത്, ബോംബ് സ്ഫോടനങ്ങൾ കുറഞ്ഞത്. കേരളത്തിൻ്റെ തെരുവീഥികളിൽ, റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റോപ്പിൽ, പാർക്കിൽ, സകല സ്ഥലത്തും കോടതികളിലടക്കം എന്നും ബോംബ് പൊട്ടുന്ന കാലമായിരുന്നു 2014 മുൻപ്. 2014 ശേഷം നിങ്ങൾക്ക് 1-2 സ്ഫോടനങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടായതല്ലാതെ 2014 ശേഷം ഭീകരവാദ സ്ഫോടനങ്ങൾ ഈ ഇന്ത്യയിലുണ്ടായി എന്ന് പറയാൻ കഴിയുമോ? അത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേന്മയും, അത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനും, അത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭീകരവാദികളുടെ സ്ഫോടനങ്ങൾ അതെല്ലാം നിർത്തിയത് ഈ അമിത്ഷയുടെ കഴിവ് കൊണ്ടാണ് സർ. നിങ്ങൾ അമിത്ഷയ്ക്ക് ഒരു അന്തസ്സുള്ള, ആഭിജാത്യമുള്ള ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ, രാജ്യസ്നേഹമുള്ള ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങൾ അമിത്ഷയ്ക്ക് ഒരു സല്യൂട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് പകരം അമിത്ഷയാണെന്ന് പറയരുത്. ഞാൻ 2-3 കാര്യം പറയാം. 2014 BJP വന്നത്. 2010 ഈ കേരളം ഭരിച്ചിരുന്നത് ആരാന്നറിയോ? 2010 കേരളം ഭരിച്ചിരുന്നത് അച്യുതാനന്ദനാണ്. അന്ന് അച്യുതാനന്ദൻ ഡൽഹിയിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനത്തെക്കുറിച്ച് താങ്കൾക്ക് അറിവുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ പത്രസമ്മേളനത്തിൽ വെച്ച് വളരെ കൃത്യമായിട്ട് അച്യുതാനന്ദൻ പറഞ്ഞു, കേരളം തീവ്രവാദികളുടെ ഒളിത്താവളമായി മാറുന്നു. ഒരു പ്രത്യേക വിഭാഗം ആളുകൾ അവരുടെ മതത്തിൽ ചേർക്കാൻ പണം ഉപയോഗിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നു. ആ ചെറുപ്പക്കാരിലൂടെ മതതീവ്രവാദം വളരുന്നു. മതതീവ്രവാദത്തിലൂടെ ഭീകരവാദം വളരുന്നു. ഇത് പറഞ്ഞത് BJPക്കാരല്ല, ഇത് പറഞ്ഞത് അച്യുതാനന്ദനാണ്. അന്ന് അച്യുതാനന്ദൻ ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ ഇത് പറയുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഏതാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക. കേന്ദ്രത്തിലും കേരളത്തിലും BJP ഇല്ല. അപ്പോൾ അമിത്ഷയുടെ കുറവ് കൊണ്ടല്ല. രണ്ടാമത്തെ കാര്യം, 1990, 90-91 കാലഘട്ടത്തിൽ നായനാരുടെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ നിയമസഭയിൽ നായനാർ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. നിയമസഭാ രേഖകളിൽ കേരളത്തിൽ തീവ്രവാദികളുടെ എണ്ണം പെരുകുന്നു, തീവ്രവാദികളുടെ സുരക്ഷാ താവളമായി ഈ കേരളത്തെ മാറ്റാൻ ഞാൻ അനുവദിക്കില്ല, പക്ഷെ അതിന്ന് ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നായനാർ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാ കാലം എന്ന് നിങ്ങൾ നോക്കൂ. നായനാരുടെ കാലം. അന്ന് BJP അല്ലല്ലോ ഭരിച്ചത്. അന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരുന്നില്ലല്ലോ. ഇനി കരുണാകരൻ പോലും LTTE ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ പോലും LTTE എന്ന് പറയുന്ന തീവ്രവാദി സംഘത്തിൻ്റെ വേരുകൾ പോലും കേരളത്തിലുണ്ട് എന്ന് കരുണാകരനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളം എന്ന് പറയുന്നത്, കേരളം എന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന കേരളത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടു കൂടി ഇതര
സംസ്ഥാന തൊഴിലാളികളുടെ വ്യാജേന ഇതര സംസ്ഥാന തൊഴിലാളികളെ നമ്മൾ അതിഥികളായി ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ ആ അതിഥികളുടെ ഇടയിൽ ഈ ഭീകരവാദികൾ, ഈ ബംഗ്ലാദേശികൾ, ഈ നുഴഞ്ഞുകയറ്റക്കാർ, ഈ കുടിയേറ്റക്കാർ അവർ മുഴുവനും ഭീകരവാദികളാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ അവർ വന്ന് സ്വകാര്യമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. ഈ SIR-മായി ബന്ധപ്പെട്ട് ബംഗാളിൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചറിയൽ കാർഡും തിരിച്ചറിയൽ രേഖയും വെച്ചുകൊണ്ടുള്ള ഒരു വോട്ടർ പട്ടിക പുതുക്കൽ വന്ന സമയത്ത് എത്ര ലക്ഷങ്ങളാണ് വെളിയിൽ പോയതെന്ന് എൻ്റെ പൊന്നു സുഹൃത്തെ താങ്കളൊന്ന് പരിശോധിക്കുക. താങ്കളുടെ പാർട്ടി ഇവിടെ സംസാരിച്ച ആ ജലീലിൻ്റെ പാർട്ടി ഈ SIR-നെതിരായിട്ട് ഞാനടക്കമിരിക്കുന്ന വേദിയിൽ ഈ SIR-നെതിരായിട്ട് തിരുവനന്തപുരത്ത് സംസാരിച്ചതാണ്. SIR വന്നു കഴിഞ്ഞാൽ അത് വലിയ പാതകമാണ്, SIR നടപ്പാക്കാൻ പാടില്ല. കാരണം നുഴഞ്ഞു കയറ്റക്കാർക്ക് അനുകൂലമായ നിലപാടാണ് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ പറഞ്ഞ നാഷണലിസ്റ്റ് ഈ ജലീലിൻ്റെ പാർട്ടിയൊക്കെ സ്വീകരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, മതത്തെ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇസ്ലാം ആയാലും മുസ്ലിം മറ്റേ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും നമ്മൾ നോക്കേണ്ടത് അത് ജലീലിൻ്റെ പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും CPM പാർട്ടി ആയാലും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ്, നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ജീവിക്കുകയും നമ്മുടെ നാടിൻ്റെ ഭരണഘടന അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ നാം സ്വീകരിക്കണോ വേണ്ടയോ? നിങ്ങൾ പറ. ജലീലിനോടൊരു ചോദ്യം ഞാൻ ചോദിക്കുക. നമ്മുടെ നാട്ടിൽ ജീവിക്കുകയും നമ്മുടെ നാടിൻ്റെ ഭരണഘടന അംഗീകരിക്കാൻ സാധിക്കില്ല. ആ ഭരണഘടന അല്ല എൻ്റെ ഭരണഘടന, ആ ഭരണഘടനയുമായിട്ട് എനിക്ക് ബന്ധമില്ല, എനിക്ക് ആഗോള തലത്തിലുള്ള ഒരു ഭരണഘടന എൻ്റെ ദൈവരാജ്യമുണ്ട്, അതാണ് എൻ്റെ ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ നാം അംഗീകരിക്കണോ? അങ്ങനെയുള്ളവരെ ആണോ നാം സ്വീകരിക്കേണ്ടത്? എനിക്ക് ജലീലിനോട് പറയാനുള്ളത്, രാജ്യം എന്ന് പറഞ്ഞാൽ അത് ആരുടെയും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റേതല്ല, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടേതല്ല. രാജ്യം ഈ നാട്ടിൽ ജീവിക്കുന്ന, ഇവിടുത്തെ ഭരണഘടന അനുസരിക്കുന്ന, ഇവിടുത്തെ രാജ്യത്തിൻ്റെ മണ്ണിനോട് കൂറുള്ള, ഈ മണ്ണിൻ്റെ മണമുള്ള, ഈ മണ്ണിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ജീവിക്കുന്ന എല്ലാവരുടെയുമാണ് നമ്മുടെ നാട്. അപ്പോൾ ആ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചോറ്, നമ്മുടെ മണ്ണിൻ്റെ ആ വളം ഊറ്റിക്കുടിക്കാൻ വേണ്ടി വരുന്ന ഏത് നുഴഞ്ഞുകയറ്റക്കാരായാലും ആ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കണം. ആ നിലപാടെടുക്കാൻ എന്തുകൊണ്ട് ജലീലിന് കഴിയുന്നില്ല? അമിത്ഷാ തെറി പറയുന്നതിന് മുമ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കേരളത്തിൽ അത് പരിശോധിക്കപ്പെടണം എന്ന് പറയാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ന്യൂമാൻ കോളേജിലെ ജോസഫിൻ്റെ കയ്യ് ഒരു പ്രത്യേക തീവ്രവാദ ഭീകരവാദ സംഘടന കൈവെട്ടിക്കളഞ്ഞപ്പോൾ, ജോസഫിൻ്റെ കൈവെട്ടിക്കളഞ്ഞപ്പോൾ ഈ ജലീലും കൂട്ടരും പ്രതികരിച്ചോ? കോൺഗ്രസ് പ്രതികരിച്ചോ? CPM പ്രതികരിച്ചോ? നിങ്ങളൊക്കെ അതിന് അനുകൂലമായ നിലപാടല്ലേ സ്വീകരിച്ചത്? ആ ജലീൽ ആ ജോസഫ് എന്ന് പറയുന്ന ആളെ ആ കോളേജിൽ നിന്ന് വരെ പുറത്താക്കി. ആ ജോസഫിന് വേണ്ടിയിട്ട് ഒരക്ഷരം ഉരിയാടാൻ, ആ ജോസഫിന് വേണ്ടി ഒരു ഇൻകുലാബ് വിളിക്കാൻ, ആ ജോസഫിന് വേണ്ടി തെരുവിൽ ഇത് ഞങ്ങളുടെ നാടാണ്, ഈ നാട്ടിൽ ഭീകരവാദം പാടില്ല എന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് പോയി നോക്കിയാൽ അടുക്കളയിൽ തയ്യാറായിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും സകല ആളുകളും ഈ ഒരു സമീപനം എന്തടിസ്ഥാനത്തിലാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇവരെല്ലാം എടുത്ത സമീപനം ജോസഫ് മാഷ്ക്ക് എതിരായിരുന്നില്ലേ? ഇനി ഞാൻ 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാം. ജൂവൽ കിങ് എന്ന് പറയുന്ന ആ ഒരു ബംഗ്ലാദേശിയാണ് വാസ്തവത്തിൽ, ജൂവൽ കിങ് എന്ന് പറയുന്ന ആ മനുഷ്യനാണ് വാസ്തവത്തിൽ ഇവിടെ ഒളിത്താവളത്തിൽ ഈ ഒളിച്ച് താമസിച്ചത് 5 വർഷം. അവ ഭീകരവിരുദ്ധ സേനയ്ക്ക് വേണ്ടി വന്നു അത് പിടിക്കാൻ. ഇനി ബംഗ്ലാദേശി വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ഇമ്രാൻ ഖുൻസി, അയാൾ ആ ബംഗ്ലാദേശ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളാണ് ഇമ്രാൻ ഖുൻസി. അയാൾ ഈ SIR-ൽ അയാളെ പുറത്താക്കി. അയാൾ പുറത്താക്കിയപ്പോൾ അയാൾ ബംഗ്ലാദേശിലേക്ക് പോയി. പിടിച്ചു ചോദിച്ചപ്പോൾ അയാൾ അതുവരെ താമസിച്ചത് ഈ കൊല്ലത്താണ്. മാത്രമല്ല കൊല്ലത്ത് നിന്ന് 14 പേരെ, ബംഗ്ലാദേശികളായിട്ടുള്ള 14 പേര്, ഭീകരവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട 14 പേരെ ഈ അടുത്ത കാലത്ത് NIA പിടിച്ചു. എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ടാക്കിയിട്ടുണ്ടോ? പറ. AK ആൻ്റണി പോലും, മുഖ്യമന്ത്രിയായ AK ആൻ്റണി പോലും പാകിസ്ഥാൻ്റെ ഒളിത്താവളമാവാൻ കേരളത്തെ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. എന്നു മാത്രമല്ല, സമീപകാലത്ത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൽ പിണറായി വിജയൻ പറഞ്ഞില്ലേ, പോലീസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ DGP എന്താ പറഞ്ഞത്? പോലീസ് സേനയിൽ പച്ച വെളിച്ചം, സ്ലീപ്പർ സെല്ല്
പോലീസ് സേനയിലടക്കം ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. 10 സ്ലീപ്പർ സെല്ല് തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? എന്തേ നിങ്ങളാരും പ്രതികരിക്കാതിരുന്നത്? ഇനി IS മോഡ്യൂളുമായി ബന്ധപ്പെട്ട് സയ്യദ് നബിൻ അഹമ്മദ് എവിടുന്നാണ് പിടിച്ചത്? കേരളത്തിൽ നിന്നാണ് പിടിച്ചത്. കേരളത്തിൽ എവിടുന്നാണ് പിടിച്ചത്? അത് അയാൾ ഇവിടുത്തെ അമീറാണ്. അത് ആഷിഫ്, കോടയിൽ അഷറഫ്, ഇവർ അറസ്റ്റിലായത് എവിടുന്നാണ്? ഇവരെയൊക്കെ പിടിച്ചത് കേരളത്തിലെ പോലീസല്ല, അമിത്ഷായുടെ പോലീസാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തത്. ഈ കേരളത്തിലെ പോലീസൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല, അമിത്ഷായുടെ പോലീസ് വന്നിട്ടാണ് അറസ്റ്റ് ചെയ്തത്. ഇവരൊക്കെ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള നബിനെ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. അയാൾ നേപ്പാളിലേക്ക് കടക്കാൻ പോവുകയായിരുന്നു. മറ്റൊരാൾ സത്യമംഗലം കാട്ടിൽ വെച്ചാണ് NIA കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ. ഇനി സോഷ്യൽ മീഡിയയിലൂടെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരുന്ന ടെലഗ്രാമിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ട് അറസ്റ്റിലായിട്ടുള്ള മുഹമ്മദ് അമീൻ മലപ്പുറത്ത്, മിഷ സിദ്ദിഖ് കണ്ണൂർ, ഷിഫ ഹരീസ്, റഷീദ് കൊല്ലത്ത്, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തത് അമിത്ഷായുടെ പോലീസ് തന്നെയാണ് സാർ. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തത് മറ്റേ പിണറായിയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ പോലീസല്ല. ഇവരൊക്കെ അറസ്റ്റ് ചെയ്തത് ഈ പറഞ്ഞ അമിത്ഷായുടെ പോലീസ് തന്നെയാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം അതല്ല. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത, ഇന്ത്യയുടെ ഭരണഘടനയെയോ ഇന്ത്യൻ പതാകയെയോ ഇന്ത്യൻ ദേശീയഗാനത്തെയോ ഇന്ത്യൻ സംസ്കൃതിയെയോ ഇന്ത്യയുടെ അസ്മിതയെയോ അംഗീകരിക്കാത്ത വിഭാഗത്തിൻ്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ദൈവിക ഭരണത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. അവർ ആഗോള ദൈവിക ഭരണമുണ്ടാവണം, ഞങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന സാധ്യമല്ല എന്ന് പറഞ്ഞവരാണ്. അവരെ തോളിൽ വെച്ചിട്ടാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേർന്നിട്ടാണ് കോൺഗ്രസ്, VD സതീശൻ ഇപ്പൊ അധികാരത്തിൽ വന്നിരിക്കുന്നത്. എന്ത് മതേതരത്വമാണത്? അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ എന്ത് നടപടി കേരള പോലീസിന് എടുക്കാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്.